ഇതിൻ്റെ പ്രധാനപ്പെട്ട അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഫാസിസ്റ്റ് ഗവൺമെൻറ് ഇറ്റലി ഹാഡ് സം ഇംപ്രസീവ് അച്ചീവ്മെൻറ്റ്സ്. ഒരുപാട് ഇംപ്രസീവ് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ ആർക്ക് കഴിഞ്ഞു? ഇറ്റലിയിൽ ഫാസിസ്റ്റ് ഗവൺമെൻറ് കഴിഞ്ഞു. സെറ്റ് ബ്രോഡ് എക്കണോമിക് പ്രോസ്പെരിറ്റി ഇൻ ദ കൺട്രി. അതായത് എന്ത് കൊണ്ടുവന്നു? സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധി എന്ത് ചെയ്തു? കൊണ്ടുവരികയുണ്ടാവുന്നു. സോ by reducing the expenditure and increase the production, the party can control, or the fascist government can control the inflation. ചെലവ് കുറച്ചുകൊണ്ട് ഉൽപ്പാദനം കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ ഉണ്ടായ ഇൻഫ്ലേഷൻസ് എന്ത് ചെയ്യുവാൻ ഇല്ലാതാക്കാൻ പാർട്ടി കഴിഞ്ഞു. എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സ്ട്രിക്റ്റ് എക്കോണമി റിസൾട്ട് ഇൻ ദ റീട്രെഞ്ച്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് പേഴ്സൺ. അതായത് പുതിയ സ്ട്രിക്റ്റ് എക്കണോമിക് സിസ്റ്റം, ദ ഫസ്റ്റ് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ്ഡ് ന്യൂലി സ്ട്രിക്റ്റ് എക്കണോമിക് സിസ്റ്റം ഇൻ ദ കൺട്രി ആൻഡ് ആൾസോ ഇമ്പോസ്ഡ് ഹെവി ടാക്സസ് ഓൺ ദ റിച്ച് പീപ്പിൾ. സമ്പന്നരായിട്ടുള്ള ആളുകളുടെ മുകളിൽ എന്ത് ചെയ്തു? വലിയ നികുതികൾ എന്ത് ചെയ്തു? ചുമത്തുക ചെയ്തു. കൗൺസിൽസ് വേർ established as the representatives of workers, employers and nominees of the fascist party were organized to improve production. ഇനി തൊഴിലാളികളെ പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടും എംപ്ലോയീസിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടും പാർട്ടീസിൻ്റെ നോമിനീസിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടും എന്ത് ചെയ്യുന്നു? പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി കൗൺസിലുകൾ എന്ത് ചെയ്തു? രൂപീകരിച്ചു. The 8-hour working day for worker was enforced and factory owners were compelled to pay for the life insurance of the workers. 8 മണിക്കൂർ ജോലി സമയം എന്ത് ചെയ്തു? നിർബന്ധമാക്കി. അതോടൊപ്പം തന്നെ എന്താണ്? പാർട്ടി ഓണേഴ്സിനോടുള്ള ഈ തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്താൻ എന്ത് ചെയ്തു? പാർട്ടി നിർദ്ദേശിച്ചു. ഇനി പബ്ലിക് വർക്ക്സ് വെയർ അണ്ടർടേക്കൺ ഓൺ എ large scale in order to provide employment to the unemployed. തൊഴിലില്ലാത്ത ആളുകൾക്ക് തൊഴിൽ നൽകുവാൻ വേണ്ടി എന്ത് ചെയ്തു? പബ്ലിക് വർക്കുകൾ ലാർജ് സ്കെയിലാക്കി മാറ്റുക ചെയ്തു. പബ്ലിക് വർക്ക്സ് വെയർ ഇൻക്ലൂഡഡ് ഇൻ ദ ലേയിങ് ഓഫ് റെയിൽവേ ലൈൻസ്, അഫോറസ്റ്റേഷൻ, കൺസ്ട്രക്ഷൻ ഓഫ് ഓഷൻ ഗോയിങ് വെസൽസ് ആൻഡ് ദ റൈസിംഗ് ഓഫ് മർച്ചൻ്റ് നേവി എക്സെട്ര. അപ്പോൾ എന്ത് ചെയ്തു? ഈ പബ്ലിക് വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്, തൊഴിലില്ലാത്ത ആളുകൾക്ക് തൊഴിൽ നൽകാൻ വേണ്ടിയാണ് പബ്ലിക് വർക്ക് ഉദ്ദേശിച്ചത്. അതിനകത്ത് പ്രധാനമായിട്ട് ഉൾക്കൊള്ളിച്ചിരുന്നെന്ന് പറഞ്ഞാൽ റെയിൽവേ ലൈനുകളുടെ നിർമ്മാണം, അതുപോലെ എന്താ അഫോറസ്റ്റേഷൻ വനവൽക്കരണം, അതുപോലെ തന്നെ എന്താണ് ഓഷൻ ഗോയിങ് വെസൽസ് സമുദ്രങ്ങളിൽ കൂടി പോകുന്ന വലിയ വലിയ കപ്പലുകളുടെ നിർമ്മാണം, മർച്ചൻ്റ് നേവിയുടെ വളർച്ച, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട്, അതുപോലെ എന്താണ് പിന്നെ ഇലക്ട്രിസിറ്റിയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ജൈജാൻറ്റിക് ആയിട്ടുള്ള ഇലക്ട്രിക് പ്രോജക്റ്റുകളൊക്കെ എന്ത് ചെയ്തു? ഗവൺമെൻറ് ഇവിടെ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവൺമെൻറ് മെനി ഹ്യൂജ് ഇൻഡസ്ട്രീസ് വെർ എസ്റ്റാബ്ലിഷ്. ഗവൺമെൻറ് നിയമത്തിൽ ധാരാളം വലിയ ഇൻഡസ്ട്രീസ് എന്ത് ചെയ്ത് സ്ഥാപിക്കുകയുണ്ടാവുന്നു. Such was the automobile industry and Italian cars became the most sought after vehicles in Europe. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിനായിരുന്നു. എന്താ കൂടുതൽ പ്രാധാന്യം കൊടുത്തത്? അതിൻ്റെ ഫലമായിട്ട് എന്താ ഇറ്റാലിയൻ കാറുകൾ ധാരാളമായിട്ട് എന്ത് ചെയ്ത് വിപണിയിൽ എത്താനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ റേഡിയോ മാനുഫാക്ചറിനെ പ്രോത്സാഹിപ്പിച്ചു. എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ്ങിനെയൊക്കെ എന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിക്കുകയുണ്ടാകുന്നു. അതിനുശേഷം ഈ ഇൻട്രൊഡ്യൂസ്ഡ് ദ ബാറ്റിൽ ഓഫ് വീറ്റ്, ഗോതമ്പ് യുദ്ധം ഇദ്ദേഹം നടത്തുന്നു. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ബാറ്റിൽ ഓഫ് വീറ്റ്. ഇറ്റ് ഈസ് എ പ്രോഗ്രാം ഡിസൈൻഡ് ടു ഗ്രോ മോർ ഫുഡ് ബൈ അഡോപ്റ്റിംഗ് സയൻറ്റിഫിക് മെത്തഡ് ഓഫ് കൾട്ടിവേഷൻ. ശാസ്ത്രീയപരമായിട്ടുള്ള കൾട്ടിവേഷൻ, കാർഷിക ഉൽപ്പാദനം ശാസ്ത്രീയപരമായ രീതിയിൽ എന്ത് ചെയ്യുവാൻ, വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് മുസോളിനി നടപ്പിലാക്കിയ ഒരു പോളിസി ആയിരുന്നു ഏതാ? ബാറ്റിൽ ഓഫ് വീറ്റ് എന്ന് പറയുന്നത്. ഇനി ഫാമേഴ്സ് റൈസ്ഡ് പ്രൊഡക്ഷൻ വെയർ അവാർഡ് പ്രൈസസ്. ഇനി ഫാമേഴ്സ് അവരവരുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് എന്താ സമ്മാനങ്ങളൊക്കെ നൽകിയിരുന്നു. വാണിജ്യത്തെ കയറ്റുമതിയെ എന്ത് ചെയ്തു? ഇറക്കുമതി എന്ത് ചെയ്തു? നിരുത്സാഹപ്പെടുത്തുകയുണ്ടാവുന്നു. ആൻഡ് എക്സ്പോർട്സ് വെയർ എൻകറേജ്ഡ്. കയറ്റുമതിയെ പ്രോത്സാഹിപ്പിച്ചു. And Italy earned much from tourist industry.
ടൂറിസ്റ്റ് മേഖലയിൽ ധാരാളം വരുമാനം ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്ത് കഴിയുകയുണ്ടായി. ഇപ്പോൾ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ഇനി the fascist regime made an earnest attempt to eradicate widespread illiteracy in Italy. ഇറ്റലിയിൽ നിന്നും എന്താ പൂർണ്ണമായിട്ട് ഇലിറ്ററസി ഇല്ലാതാക്കുവാനുള്ള ശ്രമങ്ങൾ പാർട്ടി എന്ത് ചെയ്യുന്നു നടത്തി. സോ ഫോർ ദാറ്റ് പർപ്പസ് ദ പാർട്ടി എസ്റ്റാബ്ലിഷ് many schools and colleges in different parts of the country and trying to reduce stress to the students by giving training. എന്താണ് ഒരുപാട് സ്കൂളുകളും കോളേജുകളും അദ്ദേഹം എന്ത് ചെയ്തു സ്ഥാപിക്കുകയുണ്ടായി. കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് ട്രെയിനിങ്ങും എന്ത് ചെയ്തു കുട്ടികൾക്ക് നൽകിയിരുന്നു. Many facilities for training leaders were provided and textbook carried the moral that in fascist alone lay the salvation of the country. എന്താണ് ഈ ട്രെയിനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ എന്ത് ചെയ്തു പ്രൊവൈഡ് ചെയ്തു. ടെക്സ്റ്റ് ബുക്കുകൾ ധാരാളമായിട്ട് വിതരണം നടത്തുന്നു. അതിനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോറൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഫാസിസം എലോൺ ലേ ദ സാൽവേഷൻ ഓഫ് ദ കൺട്രി. രാഷ്ട്രത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് സഹായിക്കുന്ന ഒന്ന് മാത്രം എന്താണ് അത് ഫാസിസമാണെന്നുള്ള കാഴ്ചപ്പാട് എന്ത് ചെയ്തു ഇവിടെ കൊണ്ടുവരിക ചെയ്തു. സോ അപ്പോൾ ഇറ്റ് വാസ് മുസോളിനി വാസ് ദ ഓൺലി വൺ പേഴ്സൺ ഹൂ സേവ്ഡ് ഇറ്റലി ഫ്രം ദ ക്ലച്ചസ് ഓഫ് കമ്മ്യൂണിസം. കമ്മ്യൂണിസ്റ്റിൻ്റെ പിടിയിൽ നിന്ന് എന്ത് ചെയ്യുവാൻ രാജ്യത്തെ രക്ഷിക്കാൻ കഴിഞ്ഞ ഒരേ ഒരാളെന്ന് പറയുന്ന ആര് മാത്രമേ ഉള്ളായിരുന്നു? മുസോളിനി മാത്രമേ ഉള്ളായിരുന്നു. ഓക്കെ, സ്റ്റോപ്പ്. ഫെയിലർ ഓഫ് ഫാസിസമാണ്. Mussolini's efforts to improve the economic conditions in the country and make Italy self-sufficient did not achieve the desired result. അപ്പോൾ എന്താണ് സാമ്പത്തികപരമായിട്ടുള്ള മേഖലയിൽ വിജയം ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ മുസോളിനി നടത്തിയെങ്കിൽ പോലും രാജ്യത്തിൽ സെൽഫ് സഫിഷ്യൻസി കൊണ്ടുവരാൻ ശ്രമിച്ചു എങ്കിൽ പോലും അതൊന്നും എന്താ ആഗ്രഹിച്ച ഫലത്തിലെത്തിച്ചേരാൻ ചെയ്തില്ല കഴിഞ്ഞില്ല. Prices went up and there was a steep fall in the real wages of employees. വില എന്ത് ചെയ്തു കുറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഉയർന്നതിൻ്റെ ഫലമായിട്ട് എന്താണ് ഈ എംപ്ലോയീസിൻ്റെ വേജസിൽ എന്ത് ചെയ്തു കുറവുകൾ ഉണ്ടാവും. ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929 undid whatever Mussolini had done in the economic field. അപ്പോൾ 1929 ഉണ്ടായ ഗ്രേറ്റ് ഡിപ്രഷൻ ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കാം. പക്ഷേ ലോകത്തെ എല്ലായിടത്തും എന്ത് ചെയ്യുന്നു വാണിജ്യ ഭക്ഷ്യോൽപ്പന്നങ്ങൾക്കുണ്ടാകുന്ന ഷോർട്ടേജാണ് എന്താ ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രേറ്റ് ഡിപ്രഷൻ്റെ ഫലമായിട്ട് നേരത്തെ ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായപ്പോൾ മുൻപ് എക്കണോമിക് ഫീൽഡിൽ ചെയ്തിരുന്നത് പോലൊന്നും ആരും ചെയ്തില്ല, മുസോളിനി ചെയ്തില്ല. The country was made to pay a heavy price for the stability and order that the past brought it. ഇപ്പോൾ രാജ്യത്തിന് എന്താണ് അവിടെ സ്റ്റെബിലിറ്റി ഓർഡർ നിലനിർത്താൻ വേണ്ടി ഒരുപാട് ചെലവഴിക്കേണ്ടി വന്നു. ഫ്രീഡം ഓഫ് തോട്ട് ആൻഡ് ആക്ഷൻ ആർട്ടിഫിസ് ആഗ്രഹം ജനങ്ങളുടെ ചിന്തിക്കാനും പിന്നെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കേണ്ടി വന്നു. ഫാസിസ്റ്റ് ബിലീവ്ഡ് ഇൻ ദ ഗ്ലോറീസ് ഓഫ് ആർട്ട്. യുദ്ധത്തിൻ്റെ മതത്തിൽ മാത്രം എന്ത് ചെയ്യുന്നു വിശ്വസിച്ചിരുന്നു. And Mussolini forced Italy into a few wars which did not bring any real substantial gains to the country. മുസോളിനി കാലഘട്ടത്തിൽ മറ്റു രാജ്യങ്ങളുമായിട്ട് ഒന്ന് രണ്ട് യുദ്ധങ്ങളൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയെങ്കിൽ പോലും പ്രതീക്ഷിച്ചത്ര ഒരു ഫലം എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, ഇതിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല. In 1936 he intervened in the Spanish Civil War on behalf of France. 1936 എന്ത് ചെയ്തു സ്പെയിനിലുണ്ടായ യുദ്ധത്തിൽ ഫ്രാൻസിനെ അനുകൂലിച്ചുകൊണ്ട് ഇദ്ദേഹം പങ്കെടുക്കുകയുണ്ടാവുന്നു. Franco was successful only after 3 years fighting and Italy assistance to him proved very costly. അപ്പോൾ എന്താണ് 1936 എന്ത് ചെയ്തത് ഇവിടെ സ്പാനിഷ് വാറിൽ സ്പെയിൻ എന്ത് ചെയ്യാൻ കഴിഞ്ഞത് വിജയിക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം അതിനുവേണ്ടി ആവശ്യമായ അസിസ്റ്റൻസ് ആരെന്നെ കൊടുത്തു ഇറ്റലി നൽകുകയുണ്ടാവുന്നു. Mussolini fell into the hands of Italian partisans in Milan while trying to escape and they tortured him to death. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു ഇറ്റാലിയൻ പാർട്ടിസാൻസ് എന്ന് പറയുന്ന ഒരു മിലാൻകാരുടെ കയ്യിൽ ചെന്ന് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു എടുത്തു. അപ്പോൾ അവിടെ എത്തി രക്ഷപ്പെടാൻ കഴിയില്ല. അങ്ങനെ എന്ത് ചെയ്തു അദ്ദേഹത്തെ ടോർച്ചർ ചെയ്യുന്നു. ഇത് ഈസ് എക്സിക്യൂഷൻ ദ റൂൾ ഓഫ് ഫാസ്റ്റ് കെയിം ടു ആൻ ഇൻഗ്ലോറിയസ് എൻഡ്. ഇദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് എന്താണ് ഒരു ഇൻഗ്ലോറിയസ് എൻഡിലേക്ക് എന്നുവെച്ചാൽ യാതൊരുവിധ മഹത്വമില്ലാത്തൊരു അവസാനത്തിലേക്ക് പോയി ഫാസിസം ഇല്ലാതാവുക ചെയ്തു.